കുന്നിച്ചോ മിനസാൻ നാനോമിഷിന്റെ സീസൺ 2 എപ്പിസോഡ് 51 എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമുക്ക് വെറും 7 ചാപ്റ്റേഴ്സും കൂടെ കോട്ടപ്പകാനിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ 7 ചാപ്റ്റേഴ്സും കൂടെ ഇന്നത്തെ എപ്പിസോഡിൽ അത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നെങ്കിലും ഞാൻ തൽക്കാലം അങ്ങനെ ചെയ്യുന്നില്ല. ഇന്ന് 4 ചാപ്റ്ററും നാളെ 3 ചാപ്റ്ററായിട്ട് 2 എപ്പിസോഡ് ആക്കാനാണ് എൻ്റെ പ്ലാൻ. ബിക്കോസ് നമ്മളിപ്പോൾ കോട്ടപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരൊറ്റ വൈബിൽ ഇത് അങ്ങോട്ട് കടന്നു പോകും. പക്ഷെ അങ്ങനെയല്ല, ഇന്ന് ഞാൻ 4 ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ക്ലിഫ് ഹാങ്ങറിലായിരിക്കും നിങ്ങൾ പോയി നിൽക്കാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഈ നാനോമിഷിൻ്റെ നിങ്ങൾ ഇതുവരെ കണ്ട ഒരു എപ്പിസോഡിൽ പോലും യോൺചിയോനെ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. അത് ഞാൻ ഉറപ്പ് തരുവാണ്. അതുകൊണ്ട് അധികമൊന്നും പറഞ്ഞ് ഞാൻ ആരെയും അങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല. ഈ എപ്പിസോഡ് ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ബിക്കോസ് നിങ്ങളെ കാത്തിരിക്കാൻ പോകുന്നത് കണ്ണ് ചിമ്മിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡാണ്. അതേപോലെ 3 പേർക്ക് നമുക്ക് ചെറിയൊരു ഷൗട്ട് ഔട്ട് കൊടുക്കാറുണ്ട്. ആദ്യത്തത് നമ്മുടെ ജോയൽ ഗെയിമിംഗ് ആണ്, രണ്ടാമത് നമ്മുടെ അലൻ സോജംബ്രോ ആണ്, മൂന്നാമത് നമ്മുടെ അല്ലമീൻ വ്ലോഗ്സ് ആണ്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്ന നേരത്ത് തന്നെ യോൺഷിയോൻ അവന്റെ ഹെവൻലി ഫ്ലാഷ് ആണ് യൂസ് ചെയ്യുന്നത്. നാശം, ഹെവൻലി ഫ്ലാഷ്! ഇതേ സമയത്ത് നമ്മുടെ സുപ്രീം സേബറിലുള്ള പലരെ ഇയോൻ കൊന്ന് കളയുന്നുണ്ടായിരുന്നു. അവനൊട്ടും തന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാവരും മരിച്ചു. ഇനി ഒരാൾ മാത്രമാണ് ഇപ്പോഴും ജീവനോടെ തന്നെ ഇരിക്കുന്നത്. അതാട്ടെ ആ ഒരു ബാൻഡേജ് ഒക്കെ ഇടില്ലേ, ആ പുള്ളിയായിരുന്നു. പക്ഷേ അവൻ ഇയോൺചോന്റെ ആ ഒരു ഹെവലി ഫ്ലഷ് അത്യാവശ്യം നന്നായിട്ട് തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. എന്നാൽ അധികം നേരം അവൻ അങ്ങനെ നിൽക്കാനും സാധിച്ചില്ല. അവന്റെ സോഡാണ് ആദ്യം ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടത്. അപ്പോഴേക്കും അവൻ പറയും ചെയ്യും, നാശം, ഒരു ഐ സോഡ് എങ്ങനെയാണ് ഇത്രയധികം സ്ട്രോങ്ങർ ആയത്? എന്നിട്ട് അവന്റെ കയ്യിലേക്ക് ആ ഒരു ക്യൂയെ കൊണ്ടുവന്നതിന് ശേഷം അതുകൊണ്ട് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ പെട്ടെന്നായിരുന്നു അവന്റെ വലത്തെ കൈ ഇയോണായിട്ട് തകർത്ത് കളഞ്ഞത്. അതിനുശേഷം അവന്റെ 2 കാലുകളും ഇയോൺ മുറിച്ചു കളഞ്ഞു. അവസാനമായി അവന്റെ ഹൃദയത്തിലൂടെ ആ ഒരു അറ്റാക്ക് ചെയ്തു. അവനെ പരഞ്ചി എങ്ങനെയെന്നും പറഞ്ഞ് അവൻ നേരെ നിലത്തേക്ക് വീണു. അങ്ങനെ അവനും മരിച്ചു. ഈ സമയത്ത് ഇയോൺ പറയും ചെയ്യും, അപ്പോ എല്ലാത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ആ ഒരു യെല്ലോ മൗണ്ടനുള്ള അവരുടെ ബേസ് മാത്രമാണ്. എന്തായാലും സുപ്രീം സേവറിലെ ഹയർ അപ്സിനെ എല്ലാത്തിനും കളഞ്ഞ സ്ഥിതിക്ക് ഇനി ആ ബേസ് റെയ്ഡ് ചെയ്യുക, അവരുടെ ആ ഒരു ഹിഡനുള്ള റെക്കോർഡ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. തൽക്കാലം ഇനി കോമ്പാക്റ്റീവ് ഡിവൈൻഡിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോ ഇയോന് പെട്ടെന്നൊരു കാര്യം സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. അവൻ ആദ്യമായിട്ട് മരണത്തിനെ സെൻസ് ചെയ്തു. പെട്ടെന്ന് പേടിച്ച് അവൻ തിരിഞ്ഞു നോക്കി. അല്ല, അതെന്തായിരുന്നു ആ ഒരു ഷാർപ്പ് അള്ളക്യുവേ? ഒറ്റ സെക്കൻഡ് അത് അത് കോമ്പാക്ട് ഡിവൈൻഡ് നിന്നല്ലേ വന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനെ പോലും മാർഷൽ ആർട്ടിസ്റ്റ് ഇത് ഇതാരായിട്ടാണ്? ഞാൻ ഇത്രയും പെട്ടെന്ന് അവിടേക്ക് ചേർന്ന് പറഞ്ഞിട്ട് ഇവൻ പാഞ്ഞ് അവിടേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് അവനാട്ടെ അവിടെ മരിച്ചു കിടക്കുമായിരുന്നല്ലോ. പെട്ടെന്നാണ് ഒരാൾ അവന്റെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് അവനെതിരെ പൊക്കി തിരിച്ചിടും. ഇവന്റെ പൾസ് ശരിക്ക് വീക്കായിട്ടുണ്ട്. പക്ഷേ ഒരു ഹൃദയമില്ലാഞ്ഞിട്ട് കൂടി നീ അത്യാവശ്യം നന്നായിട്ട് തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ സുപ്രീം സേബർ ഓഫ് ദി 6 മാർഷൽ ആർട്ട് സെക്ടിന്റെ 3rd ഡിവിനിറ്റി ആയുള്ള ഗുൾ വൂണായിരുന്നു. പെട്ടെന്ന് അവന്റെ ക്യൂ ഒക്കെ അവൻ റിലീസ് ചെയ്തു. എന്നിട്ട് അവന്റെ പോക്കിൽ നിന്ന് ഒരു സാധനം എടുത്ത് അത് തുറക്കുകയും അവന്റെ വായിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം അവൻ പറയും ചെയ്യും, നാശം, ഇതിന്റെ സ്മെല്ല് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്നാണ് അവൻ കണ്ണു തുറന്നത്. അവനട്ടെ ഞെട്ടി എണീക്കുകയും ചെയ്തു. പക്ഷേ അതേസമയം ലിറ്ററലി അവന്റെ ഹൃദയം വരെ റീജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അവന്റെ കൈകൾ റീജനറേറ്റ് ചെയ്തു, അവന്റെ കാലുകൾ റീജനറേറ്റ് ചെയ്തു. എന്നിട്ട് അവൻ എഴുന്നേറ്റ് ഇരിക്കുകയും ചെയ്തു. പക്ഷെ ആ ഒരു മരണത്തിന്റെ ഭീതി അവനെ വിട്ടുപോയില്ല. അപ്പൊ എങ്ങനെയുണ്ട് മരണത്തിൽ നിന്ന് തിരിച്ചു വന്നത്? നീ എന്റെ സ്ഥാനത്താണെങ്കിൽ നീ ഇങ്ങനെ ജോക്ക് ചെയ്യത്തില്ലായിരുന്നു. നീ വിഷമിക്കൊന്നും വേണ്ട, നിന്റെ ക്യൂ എ റെക്സ്റ്റ് ചെയ്തോണ്ടല്ലേ, അല്ലെങ്കിൽ നിനക്ക് ഇല്ലടാ. അങ്ങനെയല്ല, എന്റെ ക്യൂ എ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്തിരുന്നെങ്കിൽ കൂടി എനിക്ക് അവനൊന്നും തന്നെ അവനൊരു മോൺസ്റ്ററാണ്. അതുകൊള്ള 4 ഡിവിനിറ്റിയിൽ 2ാം സ്ഥാനത്ത് ഇരിക്കുന്ന നീ ഇങ്ങനെ പറയുന്നു ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചതിലേക്കാട്ടും സ്ട്രോങ്ങറായി മാറിയല്ലേ? അതെ, വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അവൻ ഇത്രത്തോളം സ്ട്രോങ്ങറായി മാറുമെന്ന് അത് ശരിക്കും മോശമാണോ എന്നോ? ബ്ലേഡ് മോസ്റ്റനെ കൊന്നത് നീ ഒന്ന് കാണണമായിരുന്നു. അവൻ എങ്ങനെ എത്ര സ്ട്രോങ്ങറായി മാറിയത്? അവൻ ശരിക്കും സ്ട്രോങ്ങറായി മാറി. യഥാർത്ഥ ഹിസ്റ്ററി ഇവിടെ കംപ്ലീറ്റ്ലി തെറ്റി തിരിഞ്ഞിരിക്കുവാണ്. അവന്റെ ഉറപ്പായിട്ടും 4 ലെസൺ സ്കോർ ഉണ്ട്. 5ാമത്തെ എടുക്കാൻ നമ്മൾ സമ്മതിച്ചൂടാ. അത് മാത്രമല്ല, ഈ ഒരു ഡൊമൈനിലേക്ക് അവൻ എത്തിക്കാനും പാടില്ല. 4 അല്ല, റിപ്പോർട്ടിൽ പറയുന്നത് 3 ആണല്ലോ. അല്ല, അവൻ ഉറപ്പായിട്ടും ദ ഗ്രേറ്റ് പെങ്ങിന്റെ എസൻസ് സ്കോർ ഉണ്ട്. അതെനിക്ക് ഉറപ്പാണ്. ബാക്കിയുള്ള ഡിവിനിറ്റീസ് ഇവിടേക്ക് വന്നില്ലേ? നമുക്ക് എല്ലാവരും തന്നെ വേണം, എങ്കിലേ ഇവിടെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ല, ബാക്കിയാരും വന്നിട്ടില്ല. പക്ഷേ ഒന്നോർത്ത ഇതെല്ലാം നല്ലതിനാണ്. കാര്യം അദ്ദേഹം ഇവിടേക്ക് വന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ അവൻ ഞെട്ടിത്തെറിച്ചു പോയി. പിന്നെ നമ്മൾ കാണുന്നത്
കുറച്ചധികം ചോര നിലത്തേക്ക് ഇറ്റ് വീഴുന്നതാണ്. നമ്മുടെ കോമ്പാക്ട് ഡിവൈൻ നിന്ന സ്ഥലത്ത് ഒരു വലിയൊരു ഫൈറ്റ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇയോണിന് ആ കാഴ്ച കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. കാര്യം കോമ്പാക്ട് ഡിവൈന് തന്റെ 2 കൈകളും നഷ്ടപ്പെട്ടിരുന്നു. ഇത് ശരിക്കും അമേസിംഗ് ആണ്. നീ ഇപ്പോഴും മുട്ടുകുത്തുന്നില്ലല്ലോ. അതേസമയം ഒരുത്തനവിടേക്ക് നടന്നു വരികയായിരുന്നു. അവന്റെ ഹൃദയത്തിലാട്ടെ ഒരറ്റാക്ക് വീണതുപോലെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് കാഴ്ചയിലൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. കുറച്ച് നാളായില്ലേ നമ്മൾ കണ്ടിട്ടെന്നും പറഞ്ഞ് അവൻ പെട്ടെന്നായിരുന്നു ഇയോൺചുവിന്റെ തൊട്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അല്ല, ഇവൻ എന്താണ് ഈ പറഞ്ഞത്? ഞാനിവൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഏയ്, അങ്ങനെയല്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്. ഞാനെന്റെ റെക്കോർഡ്സ് പ്രകാരം ബാക്കിയുള്ളത് വെച്ച് നോക്കാൻ നേരത്ത് അത് കൊള്ളാം. ഞാൻ വിചാരിച്ചത് എന്നെ കണ്ടതിൽ നിനക്ക് സന്തോഷം കാണുമെന്നാണ്. ഡീമൻ ഗോഡ്, ഇത് ഉറപ്പായിട്ടും സുപ്രീം സേബർ ഗോഡാണ്. പിന്നെ കാണിക്കുന്നത് 2 മണിക്കൂർ മുമ്പുള്ള കാര്യമാണ്. നമ്മുടെ ആ ക്യൂയായിട്ട് അവിടെ ഉണ്ടെന്ന എല്ലാവരെയും കൊന്ന് കളയുന്നുണ്ട്. ഒട്ടും തന്നെ ഹോൾഡ് ബാക്ക് ചെയ്ത എല്ലാവരെയും അവൻ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിരുന്നു. എല്ലാവരും എൻ്റെ ശത്രുക്കളാണ്, എങ്കിലും ഞാൻ കുറേയധികം പേരെ വിൻ വൈറ്റ് ടൈഗർ. ഇപ്പൊ നീ എന്ത് പറയുന്നു? നിന്റെ ഒരു ബർത്ത് ഞാനും കൂടെ. അപ്പോഴാണ് പെട്ടെന്ന് അവൻ എൻ്റെ പുറകിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത്, കോമ്പാക്ട് ഡിവൈനുള്ള ആ ക്യൂവിൽ നിന്ന് ഞാൻ വേറെ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അവൻ ഞെട്ടിത്തരിച്ച് തിരിഞ്ഞു നോക്കുകയും ചെയ്യും. ഒരു കൈ പോയിട്ട് പോലും നിന്നെക്കൊണ്ട് ഇത്രയധികം സാധിക്കും. അപ്പോ നേരത്തെ കണ്ട വൈറ്റ് ടൈഗർ അത് ആ പണ്ടത്തവനല്ലേ? അവനുമായിട്ട് അവസാനമായിട്ട് ഫൈറ്റ് ചെയ്ത് വെച്ച് നോക്കിയിട്ട് അവൻ ശരിക്കും വലുതായിട്ടുണ്ടല്ലോ. അന്ന് ടീപ്പിന്റെ പുറകിലുള്ള കാരണം തന്നെ എനിക്ക് അവനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ എത്രയാടാ, 100 വർഷമായോ? അടുത്ത സെക്കൻഡിലാണ് അവൻ നേരെ കറക്റ്റായിട്ട് തിരിഞ്ഞ് നോക്കിയത്. അപ്പൊ നിന്റെ സ്വന്തം സുഹൃത്തിനെ കൊന്നിട്ട് എങ്ങനെയുണ്ട് കോമ്പാക്ട് ഡിവൈൻ? പെട്ടെന്നായിരുന്നു അവനവന്റെ ഫുൾ പവർ യൂസ് ചെയ്ത് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തത്. എന്നാൽ അവിടെ കൊണ്ടുപോകാൻ നിർത്തിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ നമ്മുടെ സുപ്രീം സേബറിന്റെ മേത്ത് ആ ഒരു അറ്റാക്ക് വീഴുന്നുണ്ട്. ഇതവൻ തന്നെയാണ്. അന്ന് എന്റെ സുഹൃത്തുക്കളെ, ഇവൻ ഇവൻ ഉറപ്പായിട്ടും നീ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവനൊരു മാസീവ് വളരെ അറ്റാക്ക് തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ പൊടി പൊട്ടലങ്ങൾ മാറാൻ നേരത്ത് സുപ്രീം സേബർ ഗോഡ് അവിടെ തന്നെ നിപ്പുണ്ട്. അവന്റെ ശരീരത്ത് ചെറിയൊരു മുറിവ് പോലും ഇല്ല. ഇത്രയധികം ചെയ്തിട്ടും അവനെ ഞാൻ ഞാൻ എൻ്റെ ഫുൾ പവർ യൂസ് ചെയ്യേണ്ടി വരും. എന്നിട്ട് അടുത്ത സെക്കൻഡ് ആ ക്യൂ അവൻ്റെ കാൽ ഉറപ്പിച്ചു വെച്ചു. തൻ്റെ അടുത്ത കാലെടുത്ത് മുന്നിലേക്ക് വെച്ചിട്ട് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ആ ഒരറ്റാക്ക് സെനീത് മാർഷൽ ആർട്സിന്റെ വേർഡ് ഫിസ്റ്റിന്റെ അൾട്ടിമേറ്റ് ഉള്ള ഫിസ്റ്റ് ആയിരുന്നു. ലിറ്ററലി സ്പേസിനെ ഡിസ്ട്രോയ് ചെയ്തു. ആ ഒരു അറ്റാക്ക് നമ്മുടെ സുപ്രീം സേബർ കൊണ്ട് തൊട്ട് മുമ്പിലെത്തി. ആ ഒരു അറ്റാക്ക് ക്ലീൻ ആയിട്ട് വന്ന് പതുക്കുകയും അവന്റെ ബാക്കിലേക്ക് ആ ഒരു എനർജി ചെന്ന് ആ സ്ഥലം തന്നെ ലിറ്ററലി ഡിസ്ട്രോയ് ചെയ്ത് കളയും ചെയ്യും. പക്ഷേ എങ്കിലും അവൻ അവിടെ തന്നെ നിപ്പുണ്ട്. എന്നാൽ ആ ക്യൂയായിട്ട് കംപ്ലീറ്റ്ലി ക്ഷീണിച്ച് നിൽക്കുകയായിരുന്നു. അവനൊന്ന് ശ്വാസമെടുക്കാൻ പോലും അടുത്ത സെക്കൻഡിലാണ് അവനത് സെൻസ് ചെയ്യാൻ സാധിച്ചത്. മരണം. പിന്നെ കാണുന്നത് ലിറ്ററലി 2 മാസീവുള്ള അറ്റാക്സ് ആയിരുന്നു. അല്ല, അതെന്തായിരുന്നു ഇപ്പൊ ചെയ്തത്? അതൊരു പവർഫുൾ ആയ ക്യൂ ആണെന്ന് പറഞ്ഞപ്പോ ആ ക്യൂയുടെ 2 കൈകളും മുറിഞ്ഞ് നിലത്തേക്ക് വീണു. നീ പ്യുവറായുള്ള ട്രെയിനിങ് കൊണ്ട് മാത്രമാണ് ഈ ഒരു മാർഷൽ ലെവലിലേക്ക് എത്തിയത്. നീ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ കളിച്ചു നിൽക്കാൻ സമയമില്ല. എനിക്ക് കാണണ്ട മറ്റൊരാൾ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെയാണ് ഡീമൻ കോണിന്റെ നേരെ അവൻ വന്ന് നിന്നത്. അല്ല, ഇതെന്താണ്? എനിക്കൊന്നും തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അവൻ പ്രകൃതിയായിട്ട് ഒന്നായി ചേർന്ന പോലെ ഒരു ഇമോഷനോ ഒന്നും തന്നെ അവന്റെ ഭാഗത്തുനിന്ന്. സോ ഇവനെയാണ് ഡീമനുള്ള ജാ വൂൺ ഫൈറ്റ് ചെയ്തതല്ലേ? എങ്കിലും ഇവൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നത് സുപ്രീം സേബർ ഗോഡ്. ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്. എന്നിട്ട് തന്റെ കാല് മുകളിലേക്ക് ഉയർത്തി ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അല്ല, അത് കോമ്പാക്ട് ഡിവൈന്റെ സെനീത് മാർഷൽ ആർട്ട് വോയിഡ് ഫിസ്റ്റ് അല്ലേ? സത്യം പറഞ്ഞാൽ അത് ക്വൈറ്റ് അനുയോജ്യമുള്ളൊരു എനർജിയാണ്. അത് ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. എങ്കിലും ഒന്ന് നോക്കണേ, ഞാൻ ഇതിനു മുമ്പ് ആദ്യമായിട്ടാണ് പ്യുവറുള്ള മാർഷൽ ആർട്സ് യൂസ് ചെയ്ത്, അതും ഫിസ്റ്റ് ടെക്നിക്ക് യൂസ് ചെയ്ത് ഇത്ര വലിയ റിലത്തിലേക്ക് ഒരാൾ എത്തിയത് കണ്ടത്. അവൻ മരിച്ചിട്ട് കൂടി അവനോടെ നിൽക്കുകയാണ് ഒരു മരം പോലെ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആങ്സിസ്റ്റേഴ്സ് ഇല്ലേ, അവനെ കഴിഞ്ഞാൽ പിന്നെ ഇവനാണ് ഇത്രയും പ്രൈഡ് ഉള്ളത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആങ്സിസ്റ്ററോ? ചിലപ്പോൾ അവൻ പറയുന്നത് ഫൗണ്ടിങ് ടീമിനെ പറ്റിയായിരിക്കും. അല്ല, ഇവൻ ദി ഫൗണ്ടിങ് ഹെവിലി ടീമിനെ കണ്ടിരുന്നോ? ഇയോൺ ചിയോന് സത്യം പറഞ്ഞ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആണ് അപ്പോൾ ഉണ്ടായത്. കാര്യം അവൻ ആദ്യമായിട്ട് അക്നോളജ് ചെയ്ത ഒരു ട്രൂ ഉള്ള മാർഷൽ ആർട്ടിസ്റ്റിനെയാണ് അവൻ കണ്ടത്. എന്നാൽ അവനാട്ടെ സിമ്പിളായിട്ട്
ഒരു ഇമോഷൻ പോലും ഇല്ലാതെ സുപ്രീം സൈബർ ഗോഡ് ഇത്രയധികം നന്നായിട്ട് പ്രേസ് ചെയ്തിട്ട് പോലും അത് സർക്കാസമായിട്ടാണ് അവന് തോന്നിയത്. നീ ആ പറയുന്നതൊന്നും മനസ്സിൽ തട്ടി പറയുന്നതല്ലല്ലോ. ഹാ, ഇത് ശരിക്കും നാണക്കേട് തന്നെയാണ്. എനിക്കറിയാം നിനക്കത് മനസ്സിലാകത്തില്ല. സത്യം പറഞ്ഞാൽ കുറെ നാളുടെ ജീവിക്കുന്നുണ്ട്, മനുഷ്യരുടെ ഇമോഷനൊന്നും എനിക്കിപ്പോൾ ഇല്ല. അതാണ് സംഭവം. എന്ത്? അല്ല, ആ കാണുന്നത് മഴത്തുള്ളികൾ അവന്റെ ശരീരത്തെ തൊടുന്ന പോലുമില്ല. ഒരു ഒരു റിഫ്ലക്റ്റീവുള്ള പവർ ബൗൺസ് ഓഫ് ചെയ്യുന്ന പോലെ, ലിറ്ററലി എയറിൽ വന്ന് അത് സ്റ്റക്ക് ആവുന്ന പോലെ. ഈ സമയം എന്ന് പറയുന്നത് അത് ശരിക്കും സ്ട്രെയിഞ്ച് ആയ ഒരു കാര്യമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവിടുത്തെ പുഴകളും മൗണ്ടൻസും എല്ലാം തന്നെ മാറി. പക്ഷേ ഇമോഷൻസ് അത് വീണ്ടും വീണ്ടും ഡള്ളായിക്കൊണ്ടിരിക്കും. നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? കുഴപ്പമില്ല, ഇത് പുതിയതാ. കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡിഫറൻ്റ് ആയുള്ള പൊസിഷനിലാണ്. നിനക്കിപ്പോൾ ഹ്യൂമൻ ഇമോഷൻസ് ഉള്ള ഒരു ഡീമൻ ഗോഡാണ്. പക്ഷേ പണ്ട് നീ ഒരു റിയൽ ഡീമൻ ഗോഡ് അല്ല, ഒരു പെർഫെക്റ്റ് ഗോഡ് തന്നെയായിരുന്നു. നീ പറയുന്ന കേട്ട നമ്മൾ തമ്മിൽ പരിചയമുള്ളതുപോലെയാണല്ലോ. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് നിന്നെ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കുമായിരിക്കും നിന്റെ അതേ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്ന്. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഇവിടെ ഒന്നും തന്നെ ഫീൽ ചെയ്യാനില്ല. കാര്യം മുന്നിൽ നിൽക്കുന്ന ഒരു ഈച്ചനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹതാപം പോലും തോന്നത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അടുത്ത സെക്കൻഡ് അവ നേരെ ഇവന്റെ മുമ്പിലേക്ക് എത്തി. നീയും ഇത് തന്നെയായിരിക്കും അന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ല, അവനെപ്പോഴാണ് ഇവിടേക്ക് ഈ ഒരു ടെക്നിക്ക് ഇതെന്താണെന്ന്? അടുത്ത സെക്കൻഡ് അവനൊരൊറ്റ കിക്ക് അങ്ങോട്ട് ചെയ്തു. ഇവനത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിലേക്ക് തെറിച്ചു പോയി. ലൈറ്റ് ആളൊരു കിക്കാണ് അവനിപ്പോൾ ചെയ്തത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് എന്ന് പറയുന്നത് ഇവൻ ഞാനെൻ്റെ സ്യൂട്ട് ഉണ്ടായിട്ട് പോലും എൻ്റെ കൈ ഇതൊട്ടും മോശമല്ല കേട്ടോ. കാര്യം നിന്റെ കൈ അവിടെ ഒടിഞ്ഞില്ലല്ലോ. അടുത്ത സെക്കൻഡ് അവൻ മറ്റൊരു കിക്ക് അങ്ങോട്ട് ചെയ്തു. അത് ഇവൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പവർ വളരെ കൂടുതലാണ്. ഇവൻ ശരിക്കും പവർഫുൾ ആണ്. ഇത് രണ്ടാമത്തെ തവണ ആ ഒരു കിക്കിൻ്റെ ഫോഴ്സ് കൊണ്ട് മാത്രം എൻ്റെ 10th മാസ്റ്റർ ക്യൂ യൂസ് ചെയ്തിട്ട് പോലും എനിക്കിവിടെ ഒന്നും ഞാനിത് ഡിഫ്ലക്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേക്കും സേബർ ഗോഡ് അതിൻ്റെ പവർ കൂട്ടിയ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിക്കുകയും ഇയോൺ ഞെട്ടിത്തെറിച്ച് പോവുകയും ചെയ്യും. കാര്യം അവന്റെ 2 കൈകളും കംപ്ലീറ്റ്ലി ഒടിഞ്ഞു പോയി. നിന്റെ ആർമർ അതിപ്പോഴും ബ്രേക്ക് ആയില്ലല്ലോ. അതിനർത്ഥം അത് വെറും ഒരു ആർമർ അല്ല. അല്ല, ഇതെന്താണ്? ഫ്യൂച്ചറിൽ നിന്നുള്ള ടെക്നോളജി ക്രിയേറ്റ് ചെയ്തൊരു ആർമർ എങ്ങനെയാണ് നിന്റെ കയ്യിലേക്ക് എത്തിയത്? ഒരു സെക്കൻഡ് ഗ്യാപ്പ് കിട്ടിയപ്പോൾ തന്നെ ഇയോൺ നേരെ ബാക്കിലേക്ക് ചാടി മാറി. എന്നിട്ട് തന്റെ ബ്ലാക്ക് ഫ്ലെയിംസ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു. ഓ, ബ്ലാക്ക് ഫ്ലെയിംസ് 2 ടൈപ്പിലെ ക്യൂയെ ഒരുമിച്ച് കൊണ്ടുവന്നല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അത് ഫിഗർ ഔട്ട് ചെയ്തില്ല. അപ്പോഴേക്കും ഇയും കുറച്ച് അങ്ങോട്ട് അറ്റാക്കുകൾ ചെയ്തു. അതാട്ടെ ദ ഡീമൻ ഗോഡ് സോഡ് ആർട്ടാണ്. പക്ഷേ അവനെന്റെ ഫോംലെസ് സോഡ് എല്ലാം തന്നെ കൈകൊണ്ട് ബ്രേക്ക് ചെയ്യുവാണല്ലോ. ഇത് കൊള്ളാം. അവൻ സുപ്രീം സേബർ ഓഫ് ദ ഡിവൈൻ മാർഷൽ ആർട്സും ഹെവലി ഡീമന്റെ സോഡ് ആർട്ടും കൂടെ കമ്പൈൻ ചെയ്തതിലെ ഈ ഒരു ടെക്നിക് ഞാൻ വിചാരിച്ചതിലും അടിപൊളിയാണ്. അപ്പോൾ വെറുതെ അല്ല ബ്ലേഡ് മാസ്റ്റർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തത്. അത് നീ തന്നെ കണ്ടോന്ന് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അത് ഡീമൻ ഗോഡ് സോഡാന്റെ ഫസ്റ്റ് ടെക്നിക്കായിരുന്നു, വോയിഡ് ഡിസ്ട്രക്ഷൻ സോഡ്. ഇത് ഇൻട്രസ്റ്റിംഗ് ആണോ അല്ലേന്ന് പറഞ്ഞാണ് ഇവൻ അറ്റാക്ക് അങ്ങോട്ട് ചെയ്തത്. ആ ഒരു അറ്റാക്ക് സുപ്രീം സേബറും കൊണ്ട് അടുത്തേക്ക് വന്നപ്പോഴാണ് തൻ്റെ കൈ അങ്ങോട്ട് യൂസ് ചെയ്തത്. അടുത്ത സെക്കൻഡ് ലിറ്ററലി അത് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് തന്നെ പറയാം. ഇയോൺ ചിയോൻ അത്ഭുതത്തോടെ ഞെട്ടിത്തെറിച്ച് നിന്നു. നീ സത്യം പറഞ്ഞാൽ എന്നൊട്ടും തന്നെ ഡിസപ്പോയിന്റഡ് ആക്കിയില്ല കേട്ടോ. കാര്യം എൻ്റെ 2 കൈ നീ ഇപ്പോൾ യൂസ് ചെയ്യിപ്പിച്ചു. അവൻ യൂസ് ചെയ്തത് ഒരു ബ്ലേഡ് ടെക്നിക്കല്ലേ, പക്ഷേ 2 കൈ കൊണ്ട്. ആ സമയത്ത് ആ ഒരു തീ അവൻ ഊതിക്കെടുത്തിട്ട് പറയുകയും ചെയ്യും, ഇനി ഇതൊന്ന് ബ്ലോക്ക് ചെയ്ത് നോക്ക്. പെട്ടെന്നായിരുന്നു ഇയോന്റെ നേരെ ഒരു അറ്റാക്ക് പാഞ്ഞ് വന്നത്. അവൻ അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ 3 ഫോംലെസ് സോഡ് അങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അത് യൂസ് ചെയ്ത് അതങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയോൺ ബാക്കിലേക്ക് പുഷ് ചെയ്യപ്പെട്ടു. നാശം, ഇവനെന്നെ പുഷ് ബാക്ക് ചെയ്യുവാണല്ലോ. അവൻ്റെ അറ്റാക്ക് ഓൾറെഡി സ്ട്രോങ്ങർ ആണ്. പക്ഷേ 2 തരത്തിലെ ക്യൂയെ പോലും അവൻ യൂസ് ചെയ്യുന്നില്ലല്ലോ. ആ സമയത്ത് തന്നെ പെട്ടെന്നായിരുന്നു ഇയോന്റെ ആ ഒരു ഫോംലെസ് ആയുള്ള സോഡ് ബ്രേക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അടുത്ത സെക്കൻഡ് ഇയോന്റെ ശരീരത്തിലേക്ക് ആ ഒരു അറ്റാക്ക് വന്ന് പതിക്കുന്നുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ സ്ട്രോങ്ങർ ആയിരുന്നു. അത് ബാക്കിലേക്കും കുറെ ദൂരം ചെല്ലുകയും ചെയ്തു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഇയോൺ ചോര ഛർദിച്ചു. ഗാറ്റലിനിയം നാനോസ്യൂട്ട് 9% ഡാമേജ് ആയിരിക്കുന്നു. യൂസറിന്റെ ഓർഗൻസ് ഒക്കെ സീരിയസ്ലി വൂണ്ടഡ് ആയിട്ടുണ്ട്. റിക്കവറി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എന്നാൽ ഫോംലെസ് ഉള്ള എനർജി ഉള്ള കാരണം തന്നെ റിക്കവറിനെ അത് ഇന്റർഫിയർ ചെയ്യുന്നു. നാശം, ആ ഒരു അറ്റാക്ക് എന്റെ സ്യൂട്ട് ഡിസ്ട്രോയ് ചെയ്ത് അകത്ത് എൻ്റെ ബോഡി
ഞാൻ എത്ര പെട്ടെന്ന് നിന്നെ എക്സ്പെൽ ചെയ്യണം. ഇന്നത്തെ ദിവസം മുഴുവൻ നീ ഫൈറ്റ് ചെയ്യുകയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ക്യൂ ഇപ്പൊ റിലീസ് ചെയ്യാനുള്ള അധികം ക്യൂ നിനക്ക് ബാക്കിയുണ്ടാകത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അല്ല, അപ്പോ അപ്പോ നീ ആ ഫൈറ്റ് കംപ്ലീറ്റ്ലി വാച്ച് ചെയ്യുമായിരുന്നല്ലേ? സത്യം പറഞ്ഞാ ഇത് നല്ലൊരു ടാക്ടിക്സ് അല്ലേ? നീയും ചെയ്തതല്ലേ? രണ്ടുപേര് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നിടത്ത് അത് നോക്കിക്കൊണ്ട് നിൽക്കുക, വീക്കണാകുന്നിടത്ത് എനിമിനെ ഡിഫീറ്റ് ചെയ്യുക. ഒന്നുമില്ലെങ്കിലും നീ എന്റെ മുമ്പിൽ ഒരു കീഴം മാത്രമല്ലേ? അവൻ പറഞ്ഞത് ശരിയാണ്. നിനക്കെന്നെ കിട്ടി. ഇത് ഞാൻ നിന്നിൽ നിന്ന് പഠിച്ചതാണ്. എന്നിൽ നിന്ന് പഠിച്ചിട്ടോ? ഞാൻ നിന്നോട് പറഞ്ഞ് ഞാൻ നിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന്. നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? സത്യം പറഞ്ഞാ നിന്നെ ഇവിടെ വെച്ച് കാണാൻ എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു. പക്ഷേ സമയം പാസ് ചെയ്തപ്പോ എനിക്ക് നിന്നോടുള്ള ഇമോഷനൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാ നീ പെട്ടെന്ന് സ്ട്രോങ്ങറായി മാറി. ഞാൻ വിചാരിച്ചതിലും പെട്ടെന്ന്. അത് കാരണം എന്റെ ക്യൂരിയോസിറ്റി നന്നായിട്ട് കൂടി. പിന്നെ നിന്റെ കയ്യിലുള്ള ആ നാനോ സൂട്ട് ഉണ്ടല്ലോ, അത് നിന്റെ കയ്യിലുള്ളതിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടുണ്ട്. എന്തായാലും ഡിമോണിക് കൾട്ട് ഭാവിയിലേക്ക് എത്തിയിട്ടുണ്ട്. നാശം, ഞാനെന്റെ പ്രസൻസ് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം അവൻ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷേ സ്ട്രെയിഞ്ച് ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഫ്യൂച്ചറിലെ ടെക്നോളജി ഇപ്പോഴും യൂസ് ചെയ്തിട്ട് പോലും അവരെന്താണ് നിന്നെ പിടിക്കാത്തത്? അവരോ? ഹാ, എന്തായാലും ഇതൊരു നിരാശ തന്നെയാണ്. അത് ഹാക്ക് ചെയ്ത് എനിക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷേ സംസാരിച്ചത് മതി. നിന്റെ സമയമെടുത്തെന്ന് പറഞ്ഞ് അവൻ നേരെ മുന്നിലേക്ക് നടന്നു. ഇയോണും ഒന്ന് ഞെട്ടി. അടുത്ത സെക്കൻഡിൽ അവന്റെ ബാക്കിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു. അല്ല, ആ ഒരു ഒമ്നുസുള്ള എനർജി തൽക്കാലം ഇത് ഞാൻ ഇങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞ് ഇയോൺച്ചുവിന്റെ ആ ഒരു വിൻ വൈറ്റ് ടൈഗറിന്റെ എസൻസ് സ്കോറിൽ അവൻ കയറി പിടിച്ചു. എന്നിട്ട് അത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് പെട്ടെന്ന് അവൻ ഞെട്ടിയത്. കാര്യം ഭയങ്കര എനർജി അവന്റെ ശരീരത്തിൽ നിന്ന് എക്സ്പെൽ ചെയ്യാനായിട്ട് തുടങ്ങി. അത് അവന്റെ സുപ്രീം സേബറിന്റെ ബ്ലേഡ് ക്യൂയെ തന്നെയായിരുന്നു. അപ്പോൾ അവൻ ഇപ്പോഴും ക്യൂ റിമൈനിങ് ആയിട്ടുണ്ടല്ലേ? ഇതൊട്ടും തന്നെ മോശമല്ല. അതുകൊണ്ട് ഇനി നിന്റെ ഊഴമാണ്. നീയൊന്ന് ഡിഫെൻഡ് ചെയ്ത് കാണിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഇയോൺ മാസീവ് ആള ഒരു അറ്റാക്ക് ആയിട്ട് ചെയ്തു. ഇയോൺ ചിയോൺ അത്രയും മാസീവ് ആളൊരു അറ്റാക്കാണ് ചെയ്തെങ്കിൽ കൂടിയും സുപ്രീം സേബർ ഗോഡ് നിസ്സാരമായി തന്റെ കൈകൾ കൊണ്ട് അത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. കോമ്പാക്ട് ഡിവൈൻ എന്ന് പറയുന്നത് ലിറ്ററലി സ്പേസിനാണ് ഡിസ്ട്രോയ് ചെയ്യേണ്ടത്. അല്ല, അതിനപ്പുറം തന്നെയാണ്. പക്ഷേ ഇവനെ എന്ത് വിലയെടുത്തും ഞാൻ ഡിഫീറ്റ് ചെയ്യണം. എനിക്ക് അതൊന്നും എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. എന്റെ ക്യൂ തീരുന്നതിന് മുമ്പ് ഞാൻ ഇവനെ കൊല്ലണം പറഞ്ഞ് ഇവൻ അതിന്റെ പവർ അങ്ങോട്ട് കൂട്ടി. അതേസമയം നമ്മുടെ സുപ്രീം സേവറിന്റെ കൈയാട്ടെ പതുക്കെ കത്താനും തുടങ്ങി. എങ്കിലും അവൻ നന്നായിട്ട് തന്നെയാണ് അവിടെ പിടിച്ചു നിന്നോണ്ടിരുന്നത്. ആ ഒരു എനർജി അല്ല അവന്റെ ശരീരത്തിലേക്ക് അടുത്തപ്പോഴാണ് പെട്ടെന്ന് അവന്റെ എനർജി അവൻ റിലീസ് ചെയ്തത്. നെക്സ്റ്റ് സെക്കൻഡ് ആ ഒരു എനർജി അവിടെ മുഴുവൻ വ്യാപിച്ച് ലിറ്ററലി ആകാശത്തിന് തന്നെ അത് ഡിഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്കിന് ശേഷം ഇവൻ നന്നായിട്ട് കഥക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സുപ്രീം സേബറിന്റെ കൈയാട്ടെ കത്തുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ അവൻ പറയും ചെയ്യും, ബ്ലേഡ് മാസ്റ്ററിന് പോലും ആ ഒരു അറ്റാക്ക് വിഡ്സ്റ്റൺ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷെ അവനത് ഹെഡ് ടു ഹെഡ് നിന്നുകൊണ്ട് ബ്ലോക്ക് ചെയ്തോ. വാർണിംഗ്, യൂസറിന്റെ എനർജി ലെവൽ ഇപ്പോൾ 1%-നെക്കാളും താഴെയാണ്. അപ്പോഴേക്കും നമ്മുടെ സുപ്രീം സേബർ ഗോഡ് ഇയോന്റെ നേരെ നടന്നെടുത്തു. എന്റെ ശരീരം മുഴുവൻ വേദന കൊണ്ട് കിടന്ന് അലറുവാണ്. ഞാൻ കുറെ അധികം ട്രൂ ക്യൂയെ യൂസ് ചെയ്തിരിക്കുന്നു. പക്ഷേ അപ്പോഴാണ് മറ്റൊരു കാര്യം നമ്മുടെ സേബർ ഗോഡ് ശ്രദ്ധിക്കുന്നത്. അവന്റെ കൈയാട്ടെ പ്രോപ്പർലി റീജറേറ്റ് ചെയ്യുന്നില്ല. ഇയോൺച്ചിന്റെ അറ്റാക്കിൽ നിന്ന് വന്ന ആ ഒരു ബ്ലാക്ക് എനർജി അത് നന്നായിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അടുത്ത സെക്കൻഡ് തന്നെ അവൻ എൻ്റെ കയ്യിലേക്ക് അവൻ്റെ എനർജി കൊണ്ടുവരികയും അത് കെടുത്തുകയും അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ 2 വിരലുകൾ റീജനറേറ്റ് ചെയ്യാനും തുടങ്ങി. നീ ഡെഫിനറ്റ്ലി കോമ്പാക്ട് ഡിവൈനെക്കാട്ടും സ്ട്രോങ്ങർ ആണ്. ഞാൻ വിചാരിച്ചതിൽ കൂടുതൽ കാര്യം ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇതെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ കാണുന്നത് ലിറ്ററലി ഒരു അറ്റാക്ക് ഇവന്റെ ശരീരത്തോടെ കീറി ഇറങ്ങിയതാണ്. അവൻ കുറച്ചു നേരത്തേക്ക് അങ്ങനെ അവിടെ നിന്നുപോയി. അവന്റെ കൈയും കാലും വേദനിച്ച് പെട്ടെന്ന് ചോര ഛർദ്ദിച്ചുകൊണ്ട് അവൻ മുന്നിലേക്ക് കമന്ന് വീണു. നിന്റെ ബോഡിക്ക് എന്തായാലും ആ ഒരു എനർജി ഇനി അത് എക്സ്പെൽ ചെയ്യാൻ സാധിക്കത്തില്ല. അല്ല, അത് അതെന്തുമായിരുന്നു എന്റെ ശരീരത്തിലൂടെ എന്നെ. അപ്പോ ഇവൻ ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് ശരിക്കും ഓർഡിനറി അല്ല ഒരു ക്യൂ അല്ലായിരുന്നു. പകരം അത് ഇയോൺ ചിയോന്റെ മരണമായിരുന്നു. സുപ്രീം സേബർ ഗോഡ് അവന്റെ അടുത്തേക്ക് വന്നതിന് ശേഷം പെട്ടെന്നാണ് അവന്റെ എനർജി റിലീസ് ചെയ്ത് അതങ്ങോട്ട് അറുത്ത് കളഞ്ഞത്. അത് നേരെ ആകാശത്തിലേക്ക് തെറിച്ചു നിലത്ത് വന്ന് വീണു. നമ്മുടെ വിൻ വൈറ്റ് ടൈഗറിന്റെ ആ ഒരു ക്യൂഐ ദ ഇൻഫേമസ് ആയുള്ള ഡീമൻ ഗോഡ് പേടിച്ച് വിറച്ച് ഇവിടെ കിടന്ന് മരിക്കാൻ പോന്ന്. സത്യം പറഞ്ഞാൽ ഇത്രയധികം ഞാൻ ആഘോഷിച്ചിട്ട് അത് കുറച്ചധികം നാളായി. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ആ ക്യൂയെ അവിടെ നിപ്പുണ്ടായിരുന്നു. അവനോട് തന്നെ പറയും, എനിക്ക് അനങ്ങാൻ സാധിക്കുന്നില്ല. അപ്പോൾ
ഇതാണോ മരണം? അങ്ങനെയാണെങ്കിൽ എനിക്കവരെ ഇതുമല്ല. ഞാൻ ആദ്യമായിട്ടാണ് നിന്നെ ഇത്രയും വീക്കായിട്ട് കാണുന്നത്. ഞങ്ങളുടെ മരണത്തിന് കാരണമായി അവനവിടെ നിൽക്കാൻ നിർത്ത്. നീ ഇപ്പോഴും ഗിവ് അപ്പ് ചെയ്യുകയാണോ? ഇതേ സമയം വിൻ വൈറ്റ് ടൈഗർ പറയും ചെയ്യും. നീ പറഞ്ഞത് എന്റെ ദേഷ്യം നീയും കൂടെ ചുമക്കുന്നല്ലേ? എന്നിട്ട് എന്തേ നീ ഇത് കംപ്ലീറ്റ്ലി അല്ല സാക്യു വിൻ വൈറ്റ് ടൈഗർ നിങ്ങൾ എന്നെ വിളിക്കാൻ നിന്റെ സമയം ആയിട്ടില്ല. നീ ഇനി ചെയ്യാൻ ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്. നീ എന്താടാ വിചാരിച്ചത്? ആ നാറി അവിടെ ജീവനോടെ ഇരിക്കാൻ നേരത്ത് നീ ഇങ്ങോട്ട് ചുമ്മാ വരുമെന്നോ? പക്ഷേ എനിക്ക് എനിക്കെന്റെ രണ്ട് കയ്യിലും നഷ്ടപ്പെട്ടു. അത് കൊള്ളാം. നീ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണല്ലോ മറന്നുപോയത്. പെട്ടെന്നാണ് ആ ഒരു എനർജി സെൻസ് ചെയ്തിട്ട് നമ്മുടെ സുപ്രീം സേബർ തിരിഞ്ഞ് നോക്കിയത്. തന്റെ കാൽ മുന്നിലേക്ക് വെച്ച് അടുത്ത കാലം മുന്നിലേക്ക് എടുത്തു വെച്ച് ആ ക്യൂവെ റെഡി ആയിട്ടുണ്ട്. നീ ശരിക്കും ഡിറ്റർമിൻ ഉള്ള ഒരു മനുഷ്യനാണ്. ഞാൻ വിചാരിച്ചത് നീ മരിച്ചെന്നാണ്. പക്ഷേ എന്താടാ നിന്നിവിടെ പിടിച്ചു വെക്കുന്നത്? അവനൊന്നും തന്നെ പറഞ്ഞില്ല. അതിനെ പോലെ മുന്നിലേക്ക് അടുത്ത കാലെടുത്ത് വെച്ചു. അവന്റെ രണ്ട് കൈകളും നഷ്ടപ്പെട്ടു. എന്നിട്ടും അവൻ എന്താണ്? ഈ ഫൈറ്റ് ഇവിടെ ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു. നിനക്കിവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോഴും അവനൊന്നും തന്നെ മിണ്ടുന്നില്ല. പക്ഷേ മനസ്സിലവൻ പറയും ചെയ്യും, എന്റെ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് കുറച്ചു നേരം കൂടെ ഞാനിവിടെ എനിക്ക് ചെയ്തു തീർക്കാനുള്ള ഒരു പണി കൂടെ. അതേസമയം സാക്കിങ്ങും വിൻ വൈറ്റ് ടൈഗറും കൂടെ അവരുടെ കൈ അവന്റെ പുറകിൽ വെച്ച് അവന് വേണ്ട സപ്പോർട്ട് നൽകി. അതിനർത്ഥം എനിക്ക് ചെയ്തു തീർക്കാൻ ഇനിയുമുണ്ടെന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തിൽ കിടന്ന് അലറിയിട്ട് അവന്റെ കൈയൊന്ന് കൊടയുന്നുണ്ട്. അവന്റെ രക്തമൊക്കെ തെറിച്ച് പോയി. അപ്പോഴേക്കും നമ്മുടെ സേബർ ഗോഡ് പറയും ചെയ്യും, നീ സംസാരിച്ചത് മതി. ഇനി ഞാൻ നിന്നെ ശരിക്കും. പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. ലിറ്ററലി ആ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തിരുന്നു. ആ ഒരു അറ്റാക്ക് കറക്റ്റ് അവന്റെ നെഞ്ചത്താണ് വന്ന് പതിച്ചത്. അതിന്റെ ഇമ്പാക്ട് കാരണം അവൻ ബാക്കിലേക്ക് തെറിച്ച് പോവുകയും ചെയ്യും. അവൻ ചോര ഛർദ്ദിക്കുന്നുണ്ട്. കഷ്ടപ്പെട്ട് അവനവിടെ പിടിച്ചു നിന്നു. പക്ഷെ അവൻ ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം ആ ഒരു അറ്റാക്കിന്റെ ഇമ്പാക്ട് അവന്റെ ശരീരത്ത് തന്നെ നിപ്പോണ്ട്. അതായിരുന്നു ദ മൈൻഡ് ഫിസ്റ്റ്. ഈ സമയത്ത് ആക്കിയുടെ ശരീരം വിറക്കാനായിട്ട് തുടങ്ങി. അവൻ പറയുകയും ചെയ്യും, അതെ എനിക്ക് എനിക്കെന്റെ കയ്യിലെങ്കിലെന്താ? ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒരുത്തന്റെ ധൈര്യമാണ്. അതാകട്ടെ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് ആവശ്യത്തിനേറെ കിട്ടിയിട്ടുണ്ട്. ഈ ജീവിതത്തിൽ അവസാനമായി ഒരു തവണ കൂടെ എനിക്ക് ആ എബിലിറ്റി, എനിക്ക് ആ പഞ്ച് ചെയ്യാൻ സാധിച്ചു. അതും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പൊ പറഞ്ഞതുപോലെ നാളത്തെ എപ്പിസോഡിന് ശേഷം ഞാനും മിഷനോട്ട് നമ്മൾ ഒഫീഷ്യലി കോട്ടപ്പാകാനായിട്ട് പോകുവാണ്. അതിനുശേഷം എല്ലാ വ്യാഴാഴ്ചകളിലും ഒരു ചാപ്റ്റർ വെച്ച് റിലീസാകും. എല്ലാ വ്യാഴാഴ്ചയും ഞാൻ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ വെച്ചായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ലോങ് വീഡിയോസ് ഒന്നും തന്നെയില്ല. ഇനി എല്ലാ വ്യാഴാഴ്ചകളിലും ഒരൊറ്റ എപ്പിസോഡ്, ഒരൊറ്റ ചാപ്റ്റർ, അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനും പോകുന്നത്.